ഞാൻ കഴിഞ്ഞ 14-ാം തീയതി പഹൽഗാമിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തതാണ്. എനിക്ക് ആ മോള് പറഞ്ഞ പോലെ ആ ദേശത്തെ മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹു കാക്കട്ടെ എന്ന് പറയാനുള്ളൂ. ആക്രമണമായാലും ഏത് തരത്തിലുള്ള ആക്രമണമായാലും അതിൻ്റെ പേരിലുള്ളതായാലും തടയപ്പെടേണ്ടതാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെയാണ് അവർ കൊന്നൊടുക്കിയത്. അപ്പം അത് നമ്മൾ ഈ നാട്ടുകാരും കൂടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. ഭാരതത്തിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. ഇതിനെ നമ്മൾ മതസൗഹാർദ്ദം തകരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രാമേന്ദ്രൻ എന്നുള്ളതല്ല, ഇത് ഭാരതത്തിൻ്റെ ഒരു പുത്രൻ പോയതായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. ഈ ആക്രമണം എപ്പോഴും വീരത്വം തന്നെയാണ്. വളരെയധികം വിഷമമുണ്ട്. എൻ്റെ നെയ്ബറായിരുന്നു, നമ്മൾ ഒരു ഫാമിലി പോലെ ജീവിച്ചതായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. ഇന്ത്യ ഇതിനെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, മോദി ഇതിനെതിരെ വേണ്ടത് ചെയ്യുന്നുള്ളൂ. പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമാണോ? തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യവും കഷ്ടപ്പെടും. പക്ഷെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ചില നടപടികളുണ്ടല്ലോ, വെള്ളം നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതുകൊണ്ട് തന്നെ അവർ പാഠം പഠിക്കും. മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിലാണ് ഏറ്റവും വലിയ ദുഃഖമുള്ളത്. ഈ ഒരു കമ്മ്യൂണിറ്റിയെ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നും. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ്, കുറച്ച് പേര് ചെയ്ത തെറ്റ് നമ്മളെ രാജ്യത്തെ ബാക്കിയുള്ള മതവിഭാഗം കൂടി ഏൽക്കരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ്. ഹിന്ദു എന്നും മുസൽമാനെന്നും ക്രിസ്ത്യനൊന്നുമില്ല, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരൊറ്റ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയപരമായ ജാതീയപരമായിട്ട് ഇതിനെ തിരിച്ച് കാണരുത്. നമ്മൾ മനുഷ്യന്മാരായിട്ട് കാണണം, ഇന്ത്യക്കാരായിട്ട് കാണണം. നമസ്കാരം. കശ്മീരിൽ ഭീകരരായി കൊല്ലപ്പെട്ട രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി നൂറുകണക്കിന് ആളുകളാണ് ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പൊതുദർശനം നടക്കുന്ന ഹാളിലും വലിയ ജനക്കൂട്ടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വലിയ നീണ്ട ക്യൂ തന്നെയാണ്. റോഡിലേക്കൊക്കെയാണ് ഈ ഒരു ക്യൂ നീണ്ടു നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ തീവ്രവാദികളോടുള്ള ഒരു അമർഷമാണ് ഇത്തരത്തിൽ ഇവരെ എല്ലാവരെയും രാമചന്ദ്രൻ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഇവിടേക്ക് എത്തിച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ രാമചന്ദ്രൻ്റെ വലിയ സുഹൃത്ത് വലയവും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വരുന്നുണ്ട്. അതുകൂടാതെ ഈ രാജ്യത്തിനെതിരെ നടത്തിയ ഒരു ഭീകരാക്രമണമായതിനാൽ തന്നെ ആ ഒരു വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഈ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേട്ടാ, ഈ ഒരു ഭീകരാക്രമണം നമ്മുടെ മതേതരത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്? ഇത് മനഃപൂർവ്വം ചെയ്തേക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ബന്ധം നശിപ്പിക്കാനും ഭീകരത വളർത്താനും വേണ്ടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് ഇന്ത്യ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ ഇതും ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പ്രതിഷേധം കൂടിയാണോ ഈ ഇത്ര ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി നിങ്ങളെ ഇവിടെ എത്തിച്ചത്? അതെ അതെ അതെ. ഞാനിപ്പോൾ ചിറ്റൂരിന്നാണ് വരുന്നത്. ഇത് അറിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ആരും ജമ്മു കാശ്മീരിലേക്ക് ടൂറ് പോകാൻ താല്പര്യപ്പെടില്ല. കാരണം ജീവനല്ലേ ഏറ്റവും വലുത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് പലരും അവരുടെ ആ ഒരു പ്രതിഷേധം ഏത് രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയും, അത് അവർ ഈ ഒരു അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഭീകരർക്കെതിരെയുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടാ, ഈ ഭീകരാക്രമണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ദയനീയമായ അല്ലെങ്കിൽ മോശമായ ഒരു രാജ്യദ്രോഹമായ കാര്യം തന്നെയാണിത്. ജനങ്ങൾക്ക് സമാധാനവും നാടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെ. ഇത് തീർച്ചയായിട്ടും 100% ഉന്മൂലനം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുമെന്ന് വിചാരിക്കും. തികച്ചും വിഷമകരമാണ്, അത്രേ പറയാനുള്ളൂ. ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയ പോലെ. നമ്മുടെ മതേതരത്വം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ ഇതിന് പിന്നിൽ? മതേതരത്വം, മനുഷ്യത്വമാണല്ലോ ഏറ്റവും പ്രാധാന്യം. മതം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകേണ്ടതാണ്. അതിൻ്റെ പേരിൽ ആരും അടിപിടി കൂടണ്ട. ആരും അടിപിടി കൂടണ്ട, കൂടിയിട്ടൊന്നും നേടാനുമില്ല. മതം സ്നേഹമാണ് വളർത്തേണ്ടത്. പക്ഷേ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ കടിപിടി കൂടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അച്ഛാ, എന്താണ് പറയാനുള്ളത് ഈ ഒരു ഭീകരാക്രമണത്തെ പറ്റി? സാറേ, ഞാൻ കഴിഞ്ഞ 14-ാം തീയതി പഹൽഗാമിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തതാണ്. എനിക്ക് ആ മോള് പറഞ്ഞ പോലെ ആ ദേശത്തെ മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹു കാക്കട്ടെ എന്ന് പറയാനുള്ളൂ. വളരെ സാധുക്കളായ വളരെ നല്ല മനുഷ്യരാണുള്ളത്. ഞാൻ ഷവൾ വാങ്ങാൻ നേരത്ത് ചോദിച്ചു ലഷ്കറും എല്ലാം പറ്റും. അവർ പറഞ്ഞ സാറേ ഞങ്ങൾ കേട്ടിട്ടില്ല, ഒരിക്കൽ പോലും ടൂറിസ്റ്റിനെ അവർ അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചിട്ട് സാർ മരിക്കുമെന്ന്. അത്രവാളം ലോയലായിട്ടുള്ള ആൾക്കാരാണ്. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. തീർച്ചയായിട്ടും ഇന്ന് കൗണ്ടർ അറ്റാക്ക് കൊടുത്തിരിക്കണം. വട്ട് ബി ദ മെറ്റീരിയൽ ലോസ് ഇന്ത്യ ഈസ് ഫേസിങ് ടു. പ്രതിഷേധം കൂടി രേഖപ്പെടുത്താനാണ് ഇവിടെ അന്ത്യാഞ്ജലി. തീർച്ചയായിട്ടും ആ സാറിനുള്ള ആദരവും ബഹുമാനവും വിനയവും തൊടുകൂടി വരികയാണ്. സാറിനും ആ പിടിച്ച മോക്ക് പ്രത്യേക അപ്രിസിയേഷൻ കൊടുക്കുകയാണ്. ആ വിൽ പവറോടുകൂടി ഫേസ് ചെയ്യാനുള്ള ഗട്ട്സ് ദൈവമായിട്ട് കൊടുത്തതാണ്. ആക്രമണമായാലും ഏത് തരത്തിലുള്ള ആക്രമണമായാലും അതിൻ്റെ പേരിലുള്ളതായാലും തടയപ്പെടേണ്ടതാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇന്നതിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് തരത്തിലായാലും അത് തടയപ്പെടേണ്ടതാണ്, ഇല്ലാതാവേണ്ടതാണ്.
ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് രീതിയിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കും? നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഇടപെടലിന് പങ്കുണ്ട്. അതിനിപ്പോൾ എത്രത്തോളം പങ്ക് ചെലുത്താൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവരോടുള്ളൊരു ഐക്യപ്പെടലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതിനെതിരെ നമ്മുടെ പ്രതിഷേധം അറിയിക്കില്ല എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻ നിൽക്കരുത്, ഒതുങ്ങരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളത് ഉപയോഗപ്പെടുത്തുക, പരമാവധി ഇടപെടുക, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ വർത്തമാനം പറയുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. കേട്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം അവർ ടൂറിനൊക്കെ പോയ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ എണീച്ച് ന്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരൊരു ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെയാണ് അവർ കൊന്നൊടുക്കിയത്. അപ്പം അത് നമ്മൾ ഈ നാട്ടുകാരും കൂടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. നമ്മുടെ മതേതരത്വത്തെ ഇല്ലാതാക്കാനാണ് ഇവരുടെ ശ്രമം. അതെ. എല്ലാവർക്കും ഈ ഒരു ഭീകരാക്രമണം എത്രത്തോളം ഭയാനകമാണ്, അതിനെ എത്രത്തോളം എതിർക്കുന്നു. മതത്തിൻ്റെ പേരിൽ അങ്ങനെ കടിപിടി കൂടണ്ട. നമ്മുടെ ഒരു അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തുന്നത്, ഭീകരവാദിത്വത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അച്ഛാ, എങ്ങനെയാണ് ഈ ഭീകരാക്രമണത്തെ നോക്കിക്കാണുന്നത്? ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിൻ്റെ തന്നെ വെല്ലുവിളിയാണ്, ഭാരതത്തിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. ഇതിനെ നമ്മൾ മതസൗഹാർദ്ദം തകരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏത് തരത്തിലും ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതാണ്. രാമേന്ദ്രനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലം മുതൽ പരിചയമുള്ളതാണ്. വളരെ വിഷമം തോന്നി. രാമേന്ദ്രൻ എന്നുള്ളതല്ല, ഇത് ഭാരതത്തിൻ്റെ ഒരു പുത്രൻ പോയതായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. ഭാരതത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും അദ്ദേഹത്തിനാണ്. ഇവർക്കെതിരെ തിരിച്ചടിക്കണം. തീർച്ചയായിട്ടും അത് ഏത് രീതിയിൽ വേണമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ നിർമ്മിച്ചോളും. അവരിതിന് പ്രാപ്തരാണെന്ന് നമുക്ക് അറിയാം. ഭീകരാക്രമണം എപ്പോഴും വീരത്വം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ ആരും അടിയിടണ്ട. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. വിഷമമുണ്ട്, നമുക്ക് വളരെയധികം വിഷമമുണ്ട്. എൻ്റെ നെയ്ബറായിരുന്നു, നമ്മൾ ഒരു ഫാമിലി പോലെ ജീവിച്ചതായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ആരും മതത്തിൻ്റെ പേരിൽ അടിയിടണ്ട എന്ന് തന്നെയാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ രാമേന്ദ്രൻ ചേട്ടൻ, മറ്റുള്ളവരാരും അറിയാത്തൊരു കാര്യമുണ്ട്. റിട്ടയേർഡ് ആർമി ജവാൻ നാരായണ മേനോൻ ചേട്ടൻ സാറിൻ്റെ മകനാണ്. ഇദ്ദേഹം 71 വാറിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഒരു എക്സ് സർവീസുകാരനും കൂടെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നേരുന്നു. ഈ ഭീകരാക്രമണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. ഇന്ത്യ ഇതിനെതിരെ തീർച്ചയായിട്ടും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മോദി ഇതിനെതിരെ വേണ്ടത് ചെയ്യുന്നുള്ളത്. നമുക്ക് ഭീകരാക്രമണം വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ആദ്യം തന്നെ 26 പേര് വെടിയേറ്റ് മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിലാണ് ഏറ്റവും വലിയ ദുഃഖമുള്ളത്. കാര്യം നമ്മൾ മതേതര രാജ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി അവിടെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ രാജ്യത്ത് മറ്റുള്ള പലർക്കും തോന്നും, ഈ ഒരു കമ്മ്യൂണിറ്റിയെ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നും. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ്, കുറച്ച് പേര് ചെയ്ത തെറ്റ് നമ്മളെ രാജ്യത്തെ ബാക്കിയുള്ള മതവിഭാഗം കൂടി ഏൽക്കരുത്. വളരെയധികം മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ട രാജ്യമാണ് നമ്മളുടേത്. ഞാനൊരു BJP-കാരനാണ്. ഞാൻ രാമേന്ദ്രൻ ചേട്ടന് ഭാരത് മാതാ കി ജയ് വിളിച്ച് അന്ത്യോപചാരം അർപ്പിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കൂടുതലേക്ക് പറയാൻ വയ്യ. രാജ്യം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇല്ല, ഈ നമ്മളുടെ ജനങ്ങൾ മനസ്സിലാക്കും കാര്യങ്ങൾ. ഇവിടെ അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാര്യം നമുക്ക് ആ ജനങ്ങൾക്ക് അറിയാം, നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു പാകിസ്ഥാനാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ രാജ്യം മതേതരത്വത്തോടെ തന്നെ ജീവിക്കും, അത്രയും സന്തോഷത്തോടെ തന്നെ ജീവിക്കും, ഒരു സംശയമില്ല. ഭാരത് മാതാ കി ജയ്. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ ഏകാധിപത്യം ഉണ്ടല്ലോ, നമ്മുടെ ഒരു മതമോ അല്ല ഒന്നുമില്ലാത്ത രീതിയിലുള്ള അതിനെ തകർക്കാൻ വേണ്ടി നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെ അങ്ങനെ തന്നെ കാണും. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണിപ്പോൾ. എപ്പോഴും അത് തീർച്ചയായിട്ടും തിരിച്ച് നല്ല അടിയാണ് കൊടുക്കേണ്ടത്, നല്ല തിരിച്ചടിയാണ് കൊടുക്കേണ്ടത്. ഹിന്ദു എന്നും മുസൽമാനെന്നും ക്രിസ്ത്യനൊന്നുമില്ല, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരൊറ്റ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഓരോ ഏകോദര സഹോദരങ്ങളായി ഇന്ത്യയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അക്രമം നടത്തിയവരെ തിരിച്ചടിക്കണം. തീർച്ചയായും അക്രമം നടത്തിയവരെ കണ്ടെടുത്ത് തിരിച്ചടിക്കണം, 100%. അതിന് പൂർണ്ണ സപ്പോർട്ട്. അതെ, ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു ഭീകരാക്രമണത്തെ എതിർക്കണമെന്നാണ് പറയുന്നത്. ചേട്ടാ, എന്താണ് ഈ ഭീകരാക്രമണത്തെ പറ്റി പറയാൻ? ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ ഒരേ നാട്ടുകാരനാണല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഈ ചങ്ങമ്പുഴ ലൈഫ് ടൈം മെമ്പറായിരുന്നു.
അങ്ങനെയുള്ള ബന്ധം കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. വിഷമമുണ്ട്. രാജ്യം തിരിച്ചടിക്കണം. അടിക്കും. എന്താ ചേട്ടാ പറയാം? രാഷ്ട്രീയപരമായ ജാതീയപരമായിട്ട് ഇതിനെ തിരിച്ച് കാണരുത്. നമ്മൾ മനുഷ്യന്മാരായിട്ട് കാണണം, ഇന്ത്യക്കാരായിട്ട് കാണണം. അത്രയും തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യവും കഷ്ടപ്പെടും. പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ചില നടപടികളുണ്ടല്ലോ, വെള്ളം നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതുകൊണ്ട് തന്നെ അവർ പാഠം പഠിക്കും. തനി അവരടിച്ചോളും, തനി അവസാനം യുദ്ധം നടത്തേണ്ട ആവശ്യമില്ല. യുദ്ധം നടത്താതെ തന്നെ നമ്മുടെ രാജ്യം അവർക്ക് തിരിച്ചടി കൊടുക്കും. അത്രേ ഉള്ളവർ. വലിയ പ്രതിഷേധം തന്നെയാണ് എല്ലാവരും അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം, വലിയ അറ്റാക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഇപ്പോൾ സിന്ധു നദീജല കരാറ് റദ്ദാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ റദ്ദാക്കിയത് തന്നെ ഈ ഒരു യുദ്ധം നടത്തേണ്ട കാര്യമില്ല, അതോടുകൂടി തന്നെ അവർ ഇല്ലാതായിക്കൊള്ളും, അവരുടെ പത്തി മടങ്ങിക്കൊള്ളും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നൂറുകണക്കിന് ആളുകളാണ് മിനിറ്റുകൾ മാറി ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.